സർ, കീ. ആ, നീ വലിയൊരു ഉപകാരമാണ് ചെയ്തിരിക്കുന്നത്. കൊടുങ്കാറ്റ് വീശുന്നതിലും ഫാസ്റ്റായിട്ടാണ് നീ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇത് ചെയ്യാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു? അത് ആക്ച്വലി ഞാനൊരു ഷോർട്ട് കട്ട് വഴിയാണ് വന്നത്. അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് എത്തിയത്. ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ ഈ റോഡിൽ കൂടെയാണ് പോയിട്ടുള്ളത്. ഇതുവരെ ഞാൻ അങ്ങനെ റോഡ് വഴി കണ്ടിട്ടില്ലല്ലോ. ഇവനെന്തോ ഒളിപ്പിച്ചു വെക്കുന്നുണ്ടല്ലോ. നല്ല കാര്യമാണ് നീ ചെയ്തത്. താങ്ക് യു സർ. അച്ഛാ, ആ കാർ റെഡി. ഞാനൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കട്ടെ. നിൽക്ക്. അത് സാർ, ഈ കാറിനകത്തും പുറത്തും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ റെഗുലർ പാർട്സിന് ഇതിൻ്റെ പവർ കൈകാര്യം ചെയ്യാൻ കഴിയില്ല. ഇതിൽ ഉപയോഗിച്ചാൽ അത് തീ പിടിക്കാൻ കാരണമാവും. എടാ മണ്ട, നീ എന്താ വലിയ ആള് കളിക്കണോ? കാറ് കഴുകുന്നവൻ എന്നോട് പറയുന്നോ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്ന്? കൈവിടാനല്ലേ പറഞ്ഞത്? സമീർ, നീ ഞങ്ങളുടെ അടുത്ത് വെറുതെ ഓവർ സ്മാർട്ട് ആവാൻ ശ്രമിക്കണ്ട. കാരണം നിന്നെ പോലുള്ള ഒരുത്തന്റെ കയ്യിൽ നിന്ന് അഡ്വൈസ് വാങ്ങാനേ ഞങ്ങൾക്ക് സമയമില്ല. അല്ല, ഇതിപ്പോ ശരിക്കും സമീർ പറഞ്ഞതുപോലെ സംഭവിച്ചല്ലോ. ഹലോ, ഞങ്ങളിവിടെ ഉണ്ട്. കാർ കൊണ്ടുപോകാൻ വന്നയാ. എവിടെയാണോ ഞങ്ങളുടെ കാർ? അയ്യോ അയ്യോ, നിങ്ങൾ എന്തായി ചെയ്തത്? എന്റെ കാർ നശിപ്പിച്ചോ? വിഡ്ഢികളെ, നിങ്ങൾക്കൊന്നും തലയ്ക്ക് സുഖമില്ലേ? 5 കോടി രൂപയുടെ കാറാ. നിന്റെയൊക്കെ കുടുംബം മുഴുവൻ വിറ്റാലും ഇതുപോലെ ഒരെണ്ണം വാങ്ങാൻ കഴിയില്ല. ഇതിന്റെ പണം ഇപ്പൊ ആരാ തരാൻ പോകുന്നത്? നിങ്ങളാണോ? നീയാണോ? അതോ നീയോ? പറ ആരാ തരാം? കഥയിൽ അടുത്തതായി എന്ത് സംഭവിക്കുമെന്നറിയാൻ ഡാഷ് റീൽസ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.